3.5 വർഷം കഴിഞ്ഞ് നീളുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ വഴിയും തെളിഞ്ഞിരിക്കുകയാണ്. ട്രംപ് മുന്നോട്ട് വെച്ച 28ന പദ്ധതിയിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ മുന്നിലുള്ളത്. യുക്രൈനെ സംബന്ധിച്ച് യുക്രൈൻ ആദ്യം വലിയ രോഷപ്രകടനമാണ് ഈ സമാധാന ഉടമ്പടി തങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്, അടിയറവ് വെക്കുന്നതിന് തുല്യമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയതെങ്കിലും ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ യുക്രൈൻ വഴങ്ങുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് നിരുപാധികമായി കീഴടങ്ങൽ എന്ന നിലയിലേക്ക് വരെ എത്തുന്നു എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനീവയിലും അബുദാബിയിലും ഒക്കെയായി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ നടന്നുവരുന്ന സാഹചര്യത്തിലാണ് യുക്രൈൻ ഈ കരാർ അംഗീകരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള വിവരം പുറത്തുവരുന്നത്. യുക്രൈൻ ഈ 4 വർഷത്തോളമായി നീളുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി അംഗീകരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെലൻസ്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞത് താൻ യുക്രൈനെ വഞ്ചിക്കില്ല, മോസ്കോയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്ന ഈ പദ്ധതിക്ക് ബദൽ മാർഗങ്ങൾ താൻ മുന്നോട്ട് വയ്ക്കും, ആ ബദൽ അംഗീകരിപ്പിക്കാൻ ശ്രമിക്കും എന്നതാണ് സെലൻസ്കി പറഞ്ഞിരുന്നത്. ഇത് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രയാസമേറിയ നിമിഷമാണ് എന്ന് സെലൻസ്കി പറഞ്ഞു. ഒന്നുകിൽ നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെടുത്തുക എന്നൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രധാന പങ്കാളിയായ അമേരിക്കയെ പിണക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിലേത് വേണം എന്ന തെരഞ്ഞെടുപ്പ് നടത്തേണ്ടുന്ന വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് ഇത് എന്നതാണ് സെലൻസ്കി ഈ സാഹചര്യത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. എന്നിട്ട് യുക്രൈൻ ജനങ്ങളോട് ഞാൻ നിങ്ങളെ വഞ്ചിക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതേ സെലൻസ്കി തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ 28ന പദ്ധതിക്ക് വഴങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതും ഒരാഴ്ചത്തെ സമയമായിരുന്നു ട്രംപ് സെലൻസ്കിക്ക് നൽകിയിരുന്നത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. വ്യാഴാഴ്ചയാണ് ആ ഒരാഴ്ചയുടെ സമയം അവസാനിക്കാനിരിക്കുന്നത്. അതായത് നാളെ ആ സമയം അവസാനിക്കാനിരിക്കെ അതിനോടകം തന്നെ കീഴടങ്ങിയിരിക്കുകയാണ് സെലൻസ്കി ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ എന്ന് പറയാം. ഈ ജർമ്മനി, ഫ്രാൻസ്, UK എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ യുക്രൈൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച് പിന്തുണ നൽകാൻ ഉള്ള സാഹചര്യങ്ങളൊക്കെ അറിയിക്കുകയും ഇത് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്, അത് റഷ്യൻ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നതാണ് എന്ന വികാരം ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കൊക്കെ പരക്കെ ഉണ്ടായിരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഏതെങ്കിലും ബദൽ നിർദ്ദേശങ്ങൾ യുക്രൈൻ ട്രംപിന് മുന്നിൽ വെൽക്കുമോ, അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമോ എന്നതൊക്കെ ആയിരുന്നു നമ്മൾ കാത്തിരുന്നത്. എങ്കിൽ അത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് പോലും ഇല്ല എന്ന ഒരു സന്ദേശമാണ് യുക്രൈൻ ഇപ്പോൾ നൽകുന്നത്. അമേരിക്കയുടെ 28ന പദ്ധതി അംഗീകരിക്കുന്നു എന്നതാണ് ഈ സുരക്ഷാ ചീഫായിട്ടുള്ള യുക്രൈൻ്റെ സുരക്ഷാ ചീഫ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. സമാധാന കരാറിൽ നിരവധി ആശങ്കകളും അവ്യക്തതകളും നിലനിൽക്കെ തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് യുക്രൈൻ അമേരിക്കയെ ഇപ്പോൾ ധരിപ്പിക്കുന്നത്. 28ന സമാധാന കരാറിൽ യുക്രൈൻ്റെ ഏറ്റവും വലിയ ആവശ്യം നാറ്റോ അംഗത്വം എന്നതായിരുന്നു. അതുപോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. യുക്രൈൻ തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളൊക്കെ റഷ്യയ്ക്ക് വിട്ടു നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യവും കൂടാതെ സൈനികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യവുമൊക്കെ യുക്രൈനെ സംബന്ധിച്ച് തിരിച്ചടികളായിരുന്നു. പക്ഷേ അതൊക്കെ അംഗീകരിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറിച്ച് റഷ്യയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഈ 28ന പദ്ധതിയിലൂടെ ഉണ്ടാകുന്നത്. ഉപരോധങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്ന ഒരു സാഹചര്യം റഷ്യയെ സംബന്ധിച്ച് ഉണ്ടാകും. അമേരിക്ക റഷ്യയിൽ വലിയ നിക്ഷേപങ്ങൾക്ക് തയ്യാറെടുക്കും, അത്തരമൊരു ഉറപ്പ് ട്രംപ് നൽകിയിട്ടുണ്ട്. മോസ്കോയെ ഇനി G8 ഉച്ചകോടിയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ആ കൂട്ടായ്മയിലേക്ക് റഷ്യയ്ക്ക് തിരികെ വരാൻ പറ്റുന്ന മറ്റൊരു സാഹചര്യവും ഉണ്ടാകും. എന്തായാലും ഇനി ഉടൻ തന്നെ ഒരു സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകും എന്നതാണ് കരുതുന്നത്. അത്തരമൊരു നീക്കം നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. സെലൻസ്കി വൈറ്റ് ഹൗസിലേക്ക് എത്തും ഉടൻ എന്നതാണ് മനസ്സിലാകുന്നത്. അവിടെ കൂടിക്കാഴ്ചകൾ ഉണ്ടാകും എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ വിവരം ഇപ്പോൾ യുക്രൈൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. അമേരിക്ക ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ സാധ്യതയുണ്ട് എന്നത് വൈറ്റ് ഹൗസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ കൂടിക്കാഴ്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നത് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല. എന്തായാലും ട്രംപിനെ കാണാൻ സെലൻസ്കി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് വാങ്ങിയെടുക്കുക എന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ ട്രംപ് തയ്യാറാകുമോ ഇല്ലയോ എന്നതാണ് അറിയേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം
ട്രംപ് ചൂണ്ടിക്കാട്ടിയത് നന്ദികേടാണ് യുക്രൈൻ കാണിച്ചത് എന്നതാണ്. തങ്ങളുടെ ബില്യൺ കണക്കിനുള്ള പണമാണ് അവർ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചത്. തിരിച്ചു കിട്ടിയത് വട്ടപൂജ്യം നന്ദിയാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് എന്ന് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു വിട്ടുവീഴ്ചയും ഇനി ഉണ്ടാകില്ല ഈ വിഷയത്തിൽ എന്നതാണ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു കൂടിക്കാഴ്ച നടക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ഇപ്പോൾ ഈ വിഷയത്തിൽ അനുകൂല നിലപാട് യുക്രൈന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഇപ്പോൾ തന്നെ അവകാശവാദം തുടങ്ങിയിരിക്കുകയാണ് ട്രംപ് എന്നതുകൂടി കാണണം. താൻ ഇതുവരെ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നതാണ്. 7 മാസത്തിൽ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന അവകാശവാദമാണ് ട്രംപ് ഉയർത്തുന്നത്. നേരത്തെ 7 യുദ്ധം അവസാനിപ്പിച്ചു, തനിക്ക് നൊബേൽ വേണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ട്രംപിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറഞ്ഞത് താൻ അധികാരമേറ്റാൽ 24 മണിക്കൂറിനകം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നതാണ്. 24 മണിക്കൂറിനകം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ ഇത് സമാധാനത്തിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ, ഇതൊരു കരാറായി മാറുമെങ്കിൽ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റും ട്രംപിനാണ്. ആ അവകാശവാദമാണ് ട്രംപ് ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നത്. Under our leadership, we passed the largest tax cuts in history, the largest spending cuts in history, the largest regulation cuts in history, and we have fully secured our southern border. I've also ended 8 wars in 9 months, and we're working on that final war. It's not easy, but I don't know. I think we're going to get there. 25,000 soldiers, Ukraine, Russia. In the last month, 25,000 soldiers have died. So I think we're getting very close to a deal. We'll find out. I thought that one would have been gone quicker. We did 8. I thought that would have been an easier one, but I think we're making progress. In less than 1 year, we've accomplished more than most other administrations have accomplished in 8 years. And this is a very special Thanksgiving. We thank God for His many blessings and the great success that this country has seen in the short period of time. അപ്പോൾ ഈ മാസം തന്നെ വൈറ്റ് ഹൗസിലേക്ക് സെലൻസ്കി പോകും, കൂടുതൽ ചർച്ചകൾ നടക്കും എന്ന വിവരം വരുമ്പോൾ ഇനിയും മനസ്സ് തുറക്കേണ്ടത് റഷ്യയാണ്. ഈ കരാർ അംഗീകരിച്ചു എന്ന ആദ്യ അറിയിപ്പ് വരുന്നത് യുക്രൈന്റെ ഭാഗത്തു നിന്നാണ്. യുക്രൈന് തിരിച്ചടികൾ മാത്രം നൽകുന്ന, അല്ലെങ്കിൽ യുക്രൈന് സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യവസ്ഥകൾ അടങ്ങിയ കരാറാണ്. പക്ഷേ ആദ്യം അംഗീകരിക്കുന്നത് യുക്രൈൻ തന്നെയാണ് എന്ന് നമ്മൾ കാണണം. ഇനിയും മനസ്സ് തുറക്കേണ്ടത്, ഇതിൽ യെസ് പറയേണ്ടത് റഷ്യയാണ്. പക്ഷേ അത്തരമൊരു നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ പദ്ധതി 28ന് പദ്ധതി നോക്കുകയാണെങ്കിൽ അതിൽ പൂർണ്ണമായും നേട്ടമുണ്ടാകുന്നത് റഷ്യയ്ക്കാണ്. റഷ്യ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ളവ റഷ്യയ്ക്ക് നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം. നാറ്റോ അംഗത്വം ആയിരുന്നു ഈ യുദ്ധങ്ങളിലേക്ക് പോലും നയിച്ച കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത്. ആ നാറ്റോ അംഗത്വം യുക്രൈന് കിട്ടില്ല എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. സൈനിക ശേഷി കുറയ്ക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അങ്ങനെ റഷ്യയ്ക്ക് അനുകൂലമാകുന്ന തീരുമാനങ്ങൾ അടങ്ങിയ പദ്ധതിയാണ്. പക്ഷേ ഇപ്പോഴും റഷ്യ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സ് തുറന്നിട്ടില്ല, അല്ലെങ്കിൽ പുടിൻ എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ സന്ദേശം നൽകിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഏത് യുദ്ധമായാലും അത് അവസാനിക്കേണ്ടതാണ്. അതാണ് ലോകം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ നേതൃത്വത്തിലായാലും മുഴുവൻ ക്രെഡിറ്റ് ട്രംപിനായാലും ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. അത് സാധ്യമാകട്ടെ.